എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്നേഹവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിലെ ഒരു ചെറിയ ന്യൂ ഇയർ സെലിബ്രേഷനാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ നാടൻ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ബീഫ് ഉലർത്തിയതും ചിക്കൻ വറുത്തതും ബീഫ് കട്ട്ലറ്റും റൈത്തയും പപ്പടവും അച്ചാറുമാണ്. ഇന്നത്തെ ഈ വ്ളോഗിൽ എല്ലാ റെസിപ്പികളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാ റെസിപ്പികളും കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ ലെങ്തി ആയി പോകും. അതുമാത്രമല്ല, ഞാൻ മിക്കവാറുമുള്ള എല്ലാ റെസിപ്പികളും നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ കേക്ക് വീട്ടിൽ ബേക്ക് ചെയ്തതല്ല, പുറത്തുനിന്ന് വാങ്ങിയതാണ് കേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ബീഫ് ഉലർത്തിയത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഇപ്പോൾ ഞാൻ കുക്കറിലേക്ക് മാറ്റിയത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് ഇപ്പോൾ ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം 15 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പ്രഷർ മുഴുവനും പോയ ശേഷമാണ് ഞാനിപ്പോൾ കുക്കർ തുറന്നത്. അപ്പോൾ അതിൽ ഇത്രയും ചാറുണ്ട്. അപ്പോൾ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ ചാറൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ചാറ് വറ്റിച്ചെടുത്താൽ മതിയാകും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം. തേങ്ങാക്കൊത്തൊന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ബീഫ് തലേ ദിവസം രാത്രിയിലാണ് വേവിച്ചെടുത്ത് വെച്ചിരുന്നത്. ഇത് അടുത്ത ദിവസം, അതായത് 1-ാം തീയതിയാണ് ഈ ബീഫ് ഉലർത്തിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കളറൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഉലർത്തിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി അവസാനമായിട്ട് ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉലർത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഉലർത്തിയതാണിത്. അപ്പോൾ ബീഫ് റെസിപ്പീസ് എന്ന പേരിൽ ഞാനൊരു പ്ലേലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ആ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തന്നാൽ നന്നായിരിക്കും. ഇനിയിപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള സവാള ഞാനൊന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കടായിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒന്ന് നന്നായിട്ട് ചൂടായി വന്ന ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വഴറ്റിയെടുത്തത്. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ബീൻസും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഏകദേശം 15 ബീൻസും 2 ക്യാരറ്റുമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിനെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലും 1/2 ടീസ്പൂൺ നെയ്യും ഒന്ന് ചൂടായി വന്നപ്പോൾ 10 ഏലക്കയും 8 ഗ്രാമ്പൂവും 2 കഷ്ണം പട്ടയും
ഒരു ബേ ലീഫുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 4 കപ്പ് ബാസ്മതി റൈസാണ് ചേർക്കുന്നത്. ഇത് ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നതാണ്. അരമണിക്കൂറിന് ശേഷം ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നല്ല ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 6.5 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ തീ കൂട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം അരി ഒന്ന് വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇതൊന്ന് ലെയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിൽ ഒരല്പം നെയ്യ് തടവി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പകുതി വെജിറ്റബിളും അതിന് മുകളിലായിട്ട് വറുത്തെടുത്ത് വെച്ച സവാളയും ചേർത്തിട്ടുണ്ട്. പകുതി ചോറ് നിരത്തിയ ശേഷം അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള വെജിറ്റബിളും സവാള വറുത്തെടുത്തതും വറുത്തെടുത്ത കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും ചേർത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ചോറും കൂടി നിരത്തി കൊടുക്കാം. വീണ്ടും ഈ ചോറിന് മുകളിലായിട്ട് വറുത്തെടുത്ത സവാളയും കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും ചേർക്കണം. ഇനി ഇത് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇത് 15 മിനിറ്റാണ് ദം ചെയ്തെടുക്കുന്നത്. ഒരു ദോശക്കല്ല് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം അതിന് മുകളിലായിട്ട് ഈ ഒരു പാത്രം അടച്ച് ഏറ്റവും ചെറിയ തീയിൽ വയ്ക്കണം. കുറച്ച് പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇതിനിടയിൽ ഞാൻ റൈത്തയും കൂടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. റൈത്തയിൽ സവാളയും ക്യാരറ്റും മല്ലിയിലയും പച്ചമുളകും തൈരും കുറച്ച് ചാട്ട് മസാലയും ഉപ്പുമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയ ന്യൂ ഇയർ സെലിബ്രേഷൻ. ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ഈ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്